നമസ്കാരം. ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരള കാർഷിക സർവകലാശാലയുടെയും നബാർഡിന്റെയും സംസ്ഥാന കൃഷി വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വിത്ത് വിതയ്ക്കുന്ന നൂതന രീതി പ്രദർശിപ്പിച്ചു. വാർത്ത വിശദമായി. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിംഗ് വെഡിങ്സ്. ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചങ്ങരംകുളം ആൻഡ് എടപ്പാൾ. സൺറൈസ് ഹോസ്പിറ്റൽ, കെയർ ബിയോണ്ട് ക്യൂർ. കേരള കാർഷിക സർവകലാശാലയുടെയും നബാർഡിന്റെയും സംസ്ഥാന കൃഷി വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കൃഷിയിടത്തിൽ വിത്ത് വിതയ്ക്കുന്ന നൂതന രീതി സീഡ് ഡ്രം പ്രദർശിപ്പിച്ചു. ആലങ്കോട് പഞ്ചായത്തിലെ എറവറാങ്കുന്ന് കിഴിക്കര പാടശേഖരത്തിൽ ഷാജിയുടെ കൃഷിയിടത്തിലും എറവറാങ്കുന്ന് പൈതൃക കൃഷിക്കൂട്ടത്തിന്റെ കൃഷിയിടത്തിലുമാണ് പ്രദർശനം നടത്തിയത്. നെൽകൃഷിയിൽ ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നതാണ് നമ്മുടെ തൊഴിലാളികളെ കിട്ടാത്തൊരു പ്രയാസമുണ്ട്. ഈ നടീലുമായി ബന്ധപ്പെട്ട് നഴ്സറി തയ്യാറാക്കലും അതുപോലെ പറിച്ചു നടലും ആകുമ്പോൾ നഴ്സറി തയ്യാറാക്കാൻ നമുക്ക് കുറച്ച് ലേബർ ചാർജ് വരും. അതുപോലെ പറിച്ചു നടീലിന് നമുക്ക് തൊഴിലാളികളെ കിട്ടണം, അതിൻ്റെ ചിലവ് വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ചിലവ് കുറഞ്ഞുകൊണ്ട് നഴ്സറി തയ്യാറാക്കേണ്ട കാര്യമില്ല. ഇവിടെ മുളപ്പിച്ച വിത്ത് തന്നെ നേരിട്ട് നടുന്ന അതേ രീതിയിൽ നമുക്ക് സീഡ് ഡ്രം ഉപയോഗിച്ച് നടാൻ പറ്റും. കൃത്യമായിട്ടുള്ള ഇടയകലം സൂക്ഷിക്കാൻ പറ്റും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പുല്ല് മറ്റ് കളകൾ വളരുന്നത് ഉണ്ടെങ്കിൽ തന്നെ ഈ ഇടയകലം കൃത്യമായിട്ട് കൊടുക്കുന്നതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് പുല്ല് നിയന്ത്രിക്കാൻ പറ്റും. വളപ്രയോഗം നടത്തുന്നതിന് നമുക്ക് കഴിയും. അതുപോലെ തന്നെ വിത്തിൻ്റെ അളവിൽ പകുതി വിത്ത് മതി. ഇപ്പോൾ വിത്തിന് ഏകദേശം 45 രൂപയാണ് ഈടാക്കുന്നത്. അപ്പോൾ ഒരു 40 കിലോ വിത്ത് വേണ്ട സ്ഥലത്ത് 15 കിലോ വിത്ത് നമുക്ക് മതി. അപ്പോൾ ഏകദേശം ഒരു 30 കിലോ വിത്ത് ഒരു ഏക്കറിന് തന്നെ ലാഭിക്കാൻ കഴിയും. അപ്പോൾ 45 × 30 എന്ന രീതിയിലേക്ക് നമുക്ക് ചിലവ് കുറയ്ക്കുന്നതിന് വേണ്ടി കഴിയും. അതുപോലെ തന്നെ കൃത്യമായി ഇടയകലം പാലിക്കുന്നത് കൊണ്ട് തന്നെ വിളവിൽ വലിയ വർധനവുണ്ടാവും. ഈ കീടരോഗബാധയിൽ കുറവുണ്ടാവും. അതുകൊണ്ട് തന്നെ കർഷകർക്ക് ചെലവ് കുറയ്ക്കുന്ന രീതിയിലേക്കും നല്ല വിളവ് കിട്ടുന്ന രീതിയിലേക്കും വരും. ഇവിടെ ഈ പൈതൃക കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ എറവറാങ്കുന്ന് പാടശേഖരത്തിലാണ് ഇത് നടത്തുന്നത്. വിത കൃഷിയിൽ 40-45 കിലോ വിത്ത് ആവശ്യമുള്ള സ്ഥലത്ത് 15 കിലോ വിത്ത് കൊണ്ട് 1 ഏക്കർ നെൽകൃഷി സാധ്യമാകും. കഴിഞ്ഞാൽ ഏകദേശം 50 കിലോ വിത്ത് 1 ഏക്കറിൽ ഉപയോഗിക്കുന്ന ഒരു സംവിധാനം പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പ്ലാന്റ് പോപ്പുലേഷൻ കൂടുകയും അവിടെ പലതരത്തിലുള്ള രോഗങ്ങൾ, ഉദാഹരണമായിട്ട് മുഞ്ഞയുടെ ആക്രമണം, അതുപോലെ തന്നെ ഷീത്ത് ബ്ലൈറ്റ്, നെല്ലിൻ്റെ പുഴുക്കം കൂടുന്നു. അതിന് അനുബന്ധമായിട്ട് കുറേ രോഗങ്ങൾ വരികയും ചെയ്യുന്നു. അപ്പോൾ അതിനെ ഒന്ന് തടയുക എന്നുള്ള ഒരു ഉദ്ദേശവും, അതുപോലെ തന്നെ ഓരോ ചെടിക്കും കൃത്യമായ ഇടയകലം കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ചെടിയുടെ വളർച്ച കുറച്ചുകൂടെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയും അങ്ങനെ നല്ല രീതിയിൽ ചെടിയുടെ വളർച്ച കിട്ടുകയാണെങ്കിൽ നല്ല വിളവ് ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യും എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഡ്രം സീഡർ എന്നുള്ള ഒരു പരീക്ഷണം ഇവിടെ നടത്തുന്നത്. കൃത്യമായി ഇടയകലം പാലിക്കുന്നത് കൊണ്ട് കള നിയന്ത്രണം, കീടനിയന്ത്രണം, രാസവളം നൽകൽ എന്നിവ എളുപ്പത്തിൽ ചെയ്തു തീർക്കാം. ചെലവ് വളരെയധികം കുറയ്ക്കുന്നതോടൊപ്പം കൃത്യമായി ഇടയകലം നൽകുന്നത് കൊണ്ട് മെച്ചപ്പെട്ട വിളവും ലഭ്യമാക്കാം എന്നതാണ് ഈ രീതിയുടെ പ്രത്യേകത. ഇവിടെ ഒരു ഇങ്ങനൊരു സീഡ് ഡ്രം പദ്ധതിയിൽ നമുക്ക് വിത ഇവിടെ പരീക്ഷിക്കണമെന്ന് അറിയുകയും ഈ ആലങ്കോട് പഞ്ചായത്തിൽ തന്നെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു നമ്മൾ ഇത്തരത്തിലൊരു സംവിധാനം ഇവിടെ കൊണ്ടുവരുന്നത്. പ്രദർശനം കേരള കാർഷിക സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ VG സുനിൽ ഉദ്ഘാടനം ചെയ്തു. പെരുമ്പടപ്പ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വിനയൻ MV അധ്യക്ഷനായി. ആലങ്കോട് കൃഷി ഓഫീസർ MM അനീസ്, പൈതൃക കർഷക സംഘം സെക്രട്ടറി സുഹൈർ എറവറാങ്കുന്ന്, പാടശേഖര സെക്രട്ടറി KV നാസർ, കർഷകരായ ഇബ്രാഹിം, കബീർ, റഷീദ്, ഷാജി തവയിൽ, K സതീശൻ, മാനുക്കുട്ടൻ എന്നിവർ പങ്കെടുത്തു.